അവിടെ വന്നോട്ടെ. ടി വി കാണുന്നേ ആണോ? അതല്ലേ? അതെ, എനിക്കറിയത്തില്ല. അതെ അതെ. നമുക്ക് പോയിട്ട് വരാം, സ്ഥലത്ത് വരെ പോവാം. പോവാം, ഒരു സ്ഥലത്ത് പോവാനാ. അയ്യോ വാ, ഇതന്നെ ഇങ്ങനെ ഇന്ന് വാ. ഇത് വാ മേല. ഇന്ന് പോകാന്നേ, ഇന്ന് അമ്മയുടെ വീട്ടിൽ പോവാ. വേണ്ടേ? വാ വാ, സമയം പോട്. എന്റെ കാര്യത്തിലാ. വാ, പോയിട്ട് വരാം. വാ പോയിച്ചപ്പം വരാൻ. വാ, സമയമൊന്നും ആയില്ല. നടക്കാൻ വരണ്ടേ? നടക്കുമല്ലോ, വണ്ടിക്കാ പോണേ. കാലെല്ലാം കുഴഞ്ഞു പോകും. വണ്ടിക്കാന്നേ. എന്നാത്തിനാ പോകണ്ടേ? ഒരു ആവശ്യമുണ്ട്. അമ്മയ്ക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ മനസ്സിലാവും. ഇപ്പം പറഞ്ഞ അമ്മ വരത്തില്ല. കാലിന്റെ അകത്ത് വേദന എടുക്കണം. എന്നാ ഈ തോർത്തെടുത്തോ. ചെരുപ്പ് എടുക്കട്ടെ. ഈ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചോണ്ട് പോവാണല്ലോ അമ്മ. ഈ നൈറ്റിക്ക് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ടാ ഞാൻ പിന്നെ. തലമുടി ഒന്ന് ചെയ്യുക. ഞാനുണ്ട്, പോരെ. ജോമോനുണ്ട്. ഞാനും ഉണ്ട്, ജോമോനും ഉണ്ട്. പോരെ. ഞാൻ ചീപ്പ് എടുത്തോണ്ട് വരട്ടെ. ൊന്ന് ക്ഷീണം മാറും. അപ്പൊ അമ്മ ഒന്നും ചെയ്യണ്ട. അല്ല, ഒന്നും ചെയ്യുമ്പോൾ ശരീരത്തിനല്ല ക്ഷീണമാണ്, തളർച്ചയാണ്. അതെപ്പോഴും കിടന്നാലും തളർച്ചയുണ്ടാവും കേട്ടോ. എപ്പോഴേ കിടന്നാലും തളർച്ചയുണ്ടാവും. ഇതിനെ നമുക്കൊന്ന് വെട്ടി ഒതുക്കിക്കൊണ്ട് വരാം. ഞങ്ങൾ ചെയ്താൽ ശരിയായില്ല. അയ്യോ, അത് പറഞ്ഞാൽ വരത്തില്ല. ഈ മുടിയേ നമുക്കൊന്ന് വെട്ടി ഒതുക്കാം. ഇനി വേനലല്ലേ, പറ്റി അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. അങ്ങനെ വെട്ടിയാ പിന്നെ എത്ര നാള് കഴിഞ്ഞാൽ ഇച്ചിരി വന്നത്. ഇപ്പൊ വേനലാകുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ചൂടൊക്കെ അല്ലേ, അതുകൊണ്ടാ. വാ, അപ്പൊ അവനെ വിളിച്ചതേ, വിവാനെ. അവൻ പഠിക്കുക, പരീക്ഷയല്ലേ അവന്. നാളെ പരീക്ഷയുണ്ട്. എത്രയില്ല? 12. വാ, ഓടി. ഞങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പശുവിനെ കെട്ടാൻ പോയാലും നടക്കാൻ മേലെന്ന്. ഓമോൻ ഇവിടെ ഉണ്ടെങ്കിൽ പശുവിനെ കെട്ടിക്കോളൂ, അവരൊക്കെ ചെയ്തോളൂ. ഞാനൊന്നും പോകില്ല. തള്ളയുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനല്ലേ. എന്നാ കേറിക്കവിടെ. അല്ല പിന്നെ ഇങ്ങനെ പോണേ, തൃപ്പന്തറ വരെ പോകാനാണ്. ഒത്തിരി ദൂരം ഇല്ല. അതെ, ഇവിടം വരെ ഇപ്പം ചെല്ലുമ്പോ ഭയങ്കര മടിയാണല്ലോ ഇന്ന്. വേദനയുണ്ടെന്ന് ഉരുണ്ടൊന്നും വീഴ. ഞങ്ങളൊക്കെ ഉണ്ട് പിടിക്കാൻ. ഞങ്ങളെ കാണാതെ ഓടുമ്പോ വല്ലോടത്ത് ഉരുണ്ട് വീണെങ്കിലേ ഉള്ളൂ കേട്ടോ. ഈ വേം തന്നെ അതിനനുസരിച്ച് പുല്ല് വെട്ടിയിട്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. ഉടനെ വരും. ചിരിച്ചോണ്ടിരിപ്പുണ്ടോ? അതെ, പോസ്റ്ററാ. ഓരോരുത്തർ ചിരിച്ചോണ്ടിരിപ്പുണ്ടോ. രാഷ്ട്രീയക്കാരാ. നമ്മള് വണ്ടിയിൽ കയറി പോന്നപ്പോ അറിയാൻ മേല എവിടെ പോവാന്ന് ഓർത്ത് ചിരിക്കുന്നതായിരിക്കും അല്ലേ. ആരാന്ന് അറിയത്തില്ല. ഇവിടെ ഇതൊക്കെ എന്നെ വെച്ചേക്കണേ. ഇവിടെ മുഴുവൻ മരമാണ്. മരമൊന്നുമല്ല, ഇവിടെ ഇരുളിമയാണല്ലോ. ഇതൊക്കെ റവറാ. അമ്മ എവിടെ പോവാ? എന്റെ വീട്ടിൽ പോകും. വീട്ടിൽ പോവാ കേട്ടോ. അരയത്ത് പുത്തമ്പര. അത് നമുക്ക് പിന്നെ പോകാന്ന് ജോബൻ പറഞ്ഞു. ഒരു 2 മാസം കഴിഞ്ഞിട്ട് പോവാന്ന്. അവിടെയൊക്കെ ആരാണ്ടൊക്കെ വരാനുണ്ടെന്ന്. അവരൊക്കെ വരുമ്പോഴേ പോകാന്ന്. എല്ലാവരെയും കാണണ്ടേ. അവർക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്കൊക്കെ എനിക്ക് മേല. അവർക്ക് ഇങ്ങോട്ട് വരാൻ മേല അല്ലേ. പിന്നെ ഇത് ഈ സ്ഥലം ഇതോ? ഇത് ഓമല്ലൂര്. ഇതുണ്ട് മാതാവിന്റെ കുരിശുപള്ളി. ഈ വേന എടുക്കണം.
എന്റെ കൈ വേദന എടുക്കണം. അത് പിടിച്ചിട്ട് അമ്മ പിടിക്കാൻ പോവാ. താഴെ വയ്യാടി. ഞാൻ വെക്കുവാട്ടോ മോനെ. അയ്യോ വയ്യ. കൃഷി ചെയ്താൽ വല്ലതും ഉണ്ടാവുമോ? കൃഷി ചെയ്ത് പല പല കൃഷി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ ആരും കൃഷി ചെയ്യല്ല. ചെയ്തോണ്ടിരുന്ന ക്ഷീണൊക്കെ പോയില്ലേ അല്ലേ? അതിന് ഇച്ചിരി കിട്ടിയാൽ പുറത്തൊക്കെ ഇറങ്ങണം ഇടയ്ക്ക്. കിട്ടാ എന്നാലേ ക്ഷീണൊക്കെ പോകുള്ളൂ. പണ്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. പണിയേ അല്ലായിരുന്നു അമ്മ. എനിക്ക് പകല ഉറക്കമില്ല. അതുകൊണ്ട് നമുക്ക് വല്ലയിടത്തൊക്കെ പോവാന്ന് പറഞ്ഞത്. കിടന്നാലും ശകലം പോലും പിന്നെ ആരായിരിക്കും ഇവിടെ കൂർക്കം വലിച്ചുറങ്ങണേ? അങ്ങനെ പതിവില്ല. ഇല്ലേ? കിടപ്പ് ഓർക്കൊന്നും അന്നൊക്കെ ഇതുപോലെ സമയം. അന്ന് സമയമൊന്നുമില്ല. അന്ന് ഇച്ചിരി നേരം കിടക്കിയല്ല. ഞാൻ കിടന്ന് കണ്ടിട്ടില്ല. ഇതിപ്പോ എവിടെ ഇവിടെ നിക്കണേ? ഒരു സാധനവും കൊണ്ട് ഇങ്ങോട്ട് വരാനുണ്ട്. എന്നാ ആ ജോമനോട് ചോദിച്ചു എന്നാന്ന്. ഇതാരാ? എന്നാടാ ഇതിപ്പോ അറിയാം. വീട്ടിലോട്ട് പോകാം. കൊണ്ട് അറിയാം. വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ആളാരാന്നറിയാം അല്ലേ? ഇത് ജോമോനല്ലേ? പിന്നെ വണ്ടി ഓടിക്കുമ്പോ ജോമോനാന്നറിയാം. എടുക്കുന്ന ജോലിയൊക്കെ ജോമോൻ എടുക്കുന്ന ജോലിയൊക്കെ അറിയാം. അവിടെ ഇരുന്നോട്ടെ. വെള്ളം നാളെങ്ങാണ്ട് പോയപ്പോ മേടിച്ച വെള്ളമാ. അത് കളഞ്ഞു കഴിയച്ചു വേറെ വൈ കുടിക്കാനുള്ള ഈ പൗർണക്ക് ഒത്തിരി വഴക്കായിക്കോട്ടെ. ഇതൊക്കെ അധികം താമസിക്കാതെ എല്ലാം പോവും. വെട്ടിക്കളയണം. ഇവിടെ ഇച്ചിരി തണലുണ്ട് നല്ലപോലെ. മൊത്തം മരായുണ്ട. നല്ല പിടിച്ച സാമക്കാണ് ഇതിന്റെ പണി. പാലെടുക്കണം, റബ്ബർ വെട്ടണം, പാലെടുക്കണം അല്ലേ? ഒറയൊഴിക്കണം, അടിക്കണം, എന്തെല്ലാം പണിയുണ്ടല്ലേ? വൃത്തികേട്. നമ്മുടെ ദേഹം മുഴുവൻ നാറുകയും ചെയ്യും. എത്ര മെനയാക്കിയാലും മെനയായില്ല. അമ്മയ്ക്കറിയാം. അമ്മ കുറെ എടുത്തിട്ടുണ്ടല്ലേ? പിന്നെ എത്ര വർഷമായത്. ഇപ്പൊ എനിക്ക് അയച്ചു അറിയത്തില്ല. പാലൊക്കെ എടുക്കാൻ ഉറയൊഴിക്കുക, എടുത്തുകൊണ്ട് ഉറയൊഴിക്കുക, ചീറ്റടിക്കുക. ചീറ്റടിക്കാൻ ആണുങ്ങളാണ് ആയിരിക്കോ? ഇപ്പൊ ഷീറ്റടിയൊന്നും ഇല്ലമ്മേ. പാലില്ലേ? കൊണ്ടുപോവുക. പാലെടുത്ത് കൊടുത്താ മതി. അങ്ങനെയാണ്. പാലിന്റെ കാശ് എത്രയാന്ന് വെച്ചാ ഇങ്ങോട്ട് തരും. ഷീറ്റ് വേണ്ടേ? ഷീറ്റ് ആക്കണം നിർബന്ധമൊന്നുമില്ല. ഷീറ്റ് ആക്കുമ്പോ ഒത്തിരി പണിയല്ലേ? അതിന് വിലയില്ല. വില കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഒത്തിരി പണി കുറവില്ലേ? റബ്ബർ ഷീറ്റിനൊന്നും വലിയ വിലയില്ല അല്ലേ? വിലയുണ്ട് ഇപ്പം. ഒന്നും ചെയ്യാനും പണ്ട് വിലയുണ്ടായിരുന്നു. പിന്നെ വില കുറഞ്ഞു പോയി. ആ പരിക്ക് എന്നാ പൊക്കാന്നുണ്ട്. 2 നിലയാ. ആണോ? ബാബു സാറിന്റെ ആയിരിക്കും. മക്കളൊക്കെ വിദേശത്തുള്ളവരുടെ കയറി ചെല്ലുന്നിടത്തുണ്ടല്ലോ ഒരു വില വിൽക്കാൻ കഴിഞ്ഞിട്ട്. അത് ഒത്തിരി നീളത്തിലാണ് വെച്ചിരിക്കണം. ഇവാനിവിടെ വന്നിട്ടുണ്ടോ? പോയി. തന്നെത്താനാ പോയി. സ്കൂട്ടറെ വന്നു. സ്കൂട്ടർ ഓടിക്കുന്നല്ലേ? എന്നാലും കൊച്ചിനൊക്കെ രാത്രിക്കൊക്കെ. രാത്രിയല്ല, പകലാ. പകലാ. അല്ല, എപ്പോഴായി തന്നെ അങ്ങനെ വിടുന്നത് ശരിയല്ല. ഒരു കുഴപ്പം വന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് പിന്നെ നമ്മൾ വീണ്ടെടുത്ത് ഒന്നും ചെയ്യാനും പറ്റി രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി. അതടച്ചോട്ടെ, അത് കുഴപ്പമില്ല. ഇത് ഊരി തന്നേരെ. ഇതിങ്ങ തന്നേരെ. എത്ര കൊന്തയാ മേട്ടിരിക്കുന്നത്? കൊന്തയോ? കൊന്ത വേണോ? ഇവിടെയല്ലേ ഇവിടെ ഇരുന്നു. നമ്മുടെ പേരെങ്ങനെ? ലിൻസി.
നമ്മുടെ ബ്യൂട്ടി പാർലറിലെ പേരനാ മേക്കപ്പ് പ്രോ മേക്കപ്പ് കുറുപ്പന്തറ കവല കേട്ടോ പള്ളിക്കെട്ടോ ഒരു വെട്ടിയാലോ പോരാൻ ബുദ്ധിമുട്ടായിരുന്നു ഇച്ചിരൂടെ കയറിയിരുന്നേ ഒരു ഭംഗിയിൽ വെട്ടിയാൽ മതിയേ വെട്ടാൻ പറ്റിയാലെങ്കിലേ എന്തോ നമ്മുടെ കഴുത്തുള്ള കൊന്തയിലും കിടക്കണം അല്ലേ ആരാന്നറിയത്തില്ല ഓർമ്മയില്ല കേട്ടോ എത്ര വയസ്സുള്ള ആണോ പിന്നെ മുടി വെട്ടിയാലോ നമുക്ക് മുടി വെട്ടാം മതിയോ? ആ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തേ ഉള്ളൂ വേണ്ട വേണ്ട ചെറുതായിട്ടേ വേണ്ട. ഒന്ന് മിനുക്കാം നമുക്ക് അതെ ഒന്ന് ലെവൽ ചെയ്യുന്നേ ഉള്ളൂ ഞാന് അത് കേറി ഇറങ്ങി നിൽക്കുക ഒന്നും ചെയ്യണ്ട. നേരെ ആ കണ്ണാടിയെ നോക്കിയിരുന്നു കേട്ടോ ആ കണ്ണാടിയിലേ നോക്കിയിരുന്നു അടിയല്ല. ഇനി നേരെ ഇങ്ങോട്ടിരുന്നു ഇങ്ങോട്ടിരുന്നു നീ കഴിയുമ്പോഴത്തേനും തളിക്കൊരു വെളിവില്ലാതെയാവും. എന്നാ മുടിയിരിക്കുന്നോണ്ടാ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടുള്ള സ്ഥലങ്ങളല്ലേ. ആ അതെ ഇതിങ്ങനെയൊക്കെ ഇറങ്ങണം ഇതിപ്പോ ഒരു പ്രായത്തിലാണ് കുഴപ്പമില്ല. ഇതെന്ന് പറയുമ്പോൾ പ്രായം കൂടിപ്പോയാൽ പിന്നെ ആ ഈ പ്രായത്തിൽ നമ്മൾ സുന്ദരി ആവണം ഭയങ്കര പാടാം. അമ്മയുടെ തലമുടിയിട്ടുണ്ട് ചെയ്യുന്നുണ്ടോ? ആ അമ്മയുടെ തലമുടി എന്നാ കാണിക്കോ അമ്മയുടെ തലമുടി എന്നാ കാണിക്കോ അമ്മേനെ സുന്ദരിയാക്കുക കുറച്ചും കൂടെ ആ അമ്മേനെ കുറച്ചും കൂടെ സുന്ദരിയാക്കുവാണേ കേട്ടോ അത് മുടി വീഴാതിരിക്കാനായിട്ടുള്ള അതേ ഉടുപ്പേ വീഴാതിരിക്കാന് നെയ്ക്ക് വീഴാതിരിക്കണ്ടേ സ്ഥലത്തിന്റെ പേര് കുറുപ്പന്തറ ഇതോ? ആ ഇതറിയോ? ആ ഇത് കുറുപ്പന്തറ അറിയോ അമ്മച്ചി അറിയോ ഓടി പൂക്കൊന്തറയൊന്നും അല്ലേ. പിന്നെ ഏതാ എന്തോരം ഇങ്ങോട്ട് പോകുന്നു. പൂക്കൊന്തറയെന്ന് പറഞ്ഞാൽ ഇത് മാത്രം നല്ലതുണ്ട്. ഇങ്ങോട്ട് കേൾക്കണം ഇച്ചിരൂടെ കയറിയായിരുന്നു വേനലല്ലേ സമ്മതിക്കോ ആ കുഴപ്പമില്ല ഞങ്ങളും അത് ചെയ്തോണ്ടിരുന്ന പക്ഷേ ഭംഗിയാവുന്നില്ല ഞങ്ങൾ ചെയ്തിട്ട് ചെവിയുടെ അവിടെ നിന്ന് കയറണം ഞാൻ കുറവും എടുപ്പിച്ചു ആ പിള്ളേർക്ക് ഈ സ്ഥലത്തിന്റെ പേരെന്താണോ? ഏ ഈ സ്ഥലത്തിന്റെ പേര് കുറുപ്പന്തറയാ ഇത് കുറുപ്പന്തറ കവലയാ ഇതോ? ആ പൂക്കൊന്തറ കുറുപ്പന്തറ കവലയൊക്കെ മാറിപ്പോയി കൊടുക്കണം എനിക്ക് ഇങ്ങോട്ട് കയറണം ഇവിടെ കൊടുക്കണം ഇങ്ങനെ പോലെ വേണോ അത് വെക്കണ്ട അത് വെക്കണം വേണ്ടല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞില്ല ഇച്ചിരിയും കൂടെ ഉണ്ടേ ഇനി വരണോ? അല്ല ഇത് ഇച്ചിരി ചെവിയുടെ ഇവിടെ ഞാൻ ചെയ്തില്ലല്ലോ അമ്മച്ചി പുറത്തിറങ്ങാറില്ലായിരുന്നോ ഇടയ്ക്ക് വല്ലപ്പോഴും ആവശ്യത്തിനൊക്കെ നാളെ അല്ല ഞാനേ ചോദിച്ചതായിരുന്നു പുറത്തിറങ്ങാറില്ലേന്ന് ഇറങ്ങിയാ വീട്ടിൽ പോകണമെന്ന് പറയുന്നേ പോയി നിൽക്കില്ല പ്രണയത്ത് ശരിക്കും പറയല്ലേ ഈ പ്രായം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ മനസ്സാന്ന് പറയുന്നത് അത് തന്നെയാ ഓർമ്മയും കൂടെ ഇല്ലല്ലോ അവര് നോക്കുമ്പത്തേനെ എല്ലാവരും പിള്ളേരുടെ ഇതാ കാണിക്കുന്നത് അമ്മയ്ക്ക് എവിടെയാണോ ഇപ്പൊ? എന്തോ ആ അമ്മയ്ക്ക് എവിടെയാണോ? അവിടെ ഫോട്ടോയിലിരിക്കുന്നത് കണ്ണാടി കണ്ട കണ്ണാടി അമ്മച്ചി ഇവിടെ ഉള്ളതാ അറിയോ അമ്മച്ചിനെ അറിയോ പരിചയമുണ്ടോ ആ അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തല്ലേ. ആണോ പിന്നെ ആ ഞങ്ങളുടെ വീട്ടിലായില്ലേ? ആ അമ്മച്ചി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കണ്ടോ നമുക്ക് അതറിയാം വെറുതെ അല്ല നേരത്തെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അതെ അല്ലേ പിന്നെ ആ വെറുതെ അല്ല പരിചയം വന്നേ അല്ല കണ്ടുപരിചയം ഉണ്ട് അല്ലേ ഉം. തെറിച്ച് നിൽക്കുന്ന മുടി ആയതുകൊണ്ട് എനിക്കും പറയും
അല്ലെ പിന്നെ ഈ ആണുങ്ങളുടെ ഒക്കെ ചെയ്യുന്നവർ ഇവിടം കൊണ്ട് അടി കൊണ്ട് ഇച്ചിരി കത്തി എടുത്ത് വിടണം. സമ്മതിക്കുമെന്ന് അടി കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കാം. അല്ല പിന്നെ ഇങ്ങനെ ഈ തെറിച്ചേ നമ്മൾ ഇത്രയും കയറ്റി വെട്ടിയോണ്ട് അടി അങ്ങ് പാലിലാക്കി വിട്ടോ. ചെവിങ്ങ് തെളിച്ചോ, ചെവി ഫുള്ളങ്ങ് തെളിച്ചോ. മുകളിലോട്ട് ആ തെളിച്ചാൽ മതി. ഇനി എപ്പോഴാ പോണം? ഇപ്പം വിടാം കഴിഞ്ഞാട്ടാ. ഇതൊന്ന് കഴിഞ്ഞിട്ട് വിടാം കേട്ടോ. പെട്ടെന്ന് തന്നെ പോകാവേ. ഇവിടെ ഏതാ ചന്ത ഏതായിരുന്നു? ഇവിടെ വരെ വന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ നല്ല പാർട്ടി. ഇതേപ്പറ്റി പറഞ്ഞില്ല. കണ്ടുപിടിക്കും പിടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആരോടും പറയാം. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ നമ്മളെ, അതാണ് മെയിൻ പ്രശ്നം. ജാസിന്റെ അടുത്ത് വരുന്ന വണ്ടി കൊണ്ട് വരുന്ന കണ്ണാടി വെക്കണ ആളെ അറിയണമെങ്കിൽ ആ കണ്ണാടി കണ്ണാടിയിലല്ലേ. അമ്മയ്ക്കടുത്ത് അമ്മാച്ചി നോക്കിയിരിക്കുന്നു അല്ലേ. അമ്മച്ചി വർത്താനം പറയുന്നുണ്ടോ അതിൻ്റെ അകത്ത്? വർത്താനം പറയുന്നുണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ല. വർത്താനം പറയുന്നില്ലേ? ഒന്ന് മിണ്ടി നോക്കിയേ, ഒന്ന് മിണ്ടി നോക്കിയേ. അറിയോ ചോദിച്ചേ? എന്തിനാ? അറിയോ ചോദിച്ചേ? ആരെയാ? ആ അമ്മച്ചീനെ, കണ്ണാടിയിലുള്ള അമ്മച്ചീനെ അറിയോന്ന്? ആ അമ്മച്ചീനെ. ആ അത് അവിടെ അടുത്തല്ലേ? ആ അല്ല, അറിയോ ചോദിച്ചേ? എപ്പോഴും കണ്ടോണ്ടിരിക്കും. ആ എപ്പോഴും വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന ആളാ അല്ലേ? പിന്നെ ആ അതവിടെയാ, നമ്മുടെ ആ വിറ്റത്താ. അത് തന്നെ. ആ ഇന്നിപ്പോ പള്ളിയിൽ പോയി, പള്ളി അല്ല വെളിവേദം കണ്ടായിരുന്ന? ആശുപത്രി പോയേച്ചും ആ തലമുടിയെല്ലാം വെടിച്ചേച്ചും. ആ ആ നേരം കണ്ടായിരുന്നു അല്ലേ? ഉറക്കം വന്നുണ്ടോ? തലയിലൊക്കെ ഒന്ന് പിടിച്ചപ്പോ സുഖം കിട്ടിയില്ലേ? ആ നീ ചെന്ന് കുളിച്ച് സുന്ദരിയായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഇപ്പം വിട്ടേക്കാ ഞാന്. ഉറക്കമില്ല നാളെ. ആണോ? അപ്പൊ ഞാൻ തലയിലൊന്ന് പിടിച്ചപ്പോ ഉറക്കം വന്നല്ലേ? അവിടെ വെച്ചെന്നാ ഉറക്കവും വരികയല്ല, കിടക്കാനും പറ്റും. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്യുമ്പോഴത്തേനങ്ങ് ഉറങ്ങും. അതെ അല്ലേ? എന്നിട്ട് കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ നിന്നാലോ? ഇവിടെ നിക്കാം, എന്നിട്ട് ഞാനിങ്ങനെ മസാജൊക്കെ ചെയ്യാം. അന്നേരം ഉറക്കം വരും. എന്നിട്ട് ഉറങ്ങിയിട്ടൊക്കെ പോകാം. വേണ്ട വീട് വിട്ടുള്ള കളിയില്ല അല്ലേ? നടക്കുകയല്ല. നടക്കുകയല്ല അല്ലേ? കാര്യമില്ല, ഞാൻ ഇവരോട് ചോദിക്കാം. ഇവിടെ നിർത്താമോന്ന് ആരോടാ? ഇവരോട് ചോദിക്കാന്നേ. അല്ല അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല ചോദിക്കുന്നുണ്ടായിരിക്കും. അമ്മച്ചേർന്നത് ശരിയാക്കുന്നത്. അമ്മച്ചിയുടെ തല ശരിയായിരിക്കും അല്ലേ. നമുക്കൊന്ന് സുന്ദരിയാവണ്ടേ? അമ്മച്ചി മിടിക്കായ നോക്കി. അമ്മച്ചി മിടിക്കായ അമ്മേ. അമ്മച്ചി പിടിക്കായോന്ന്? ആ അമ്മച്ചി പിടിക്കായോന്ന് ആരാ ചോദിച്ചേ? ആരാ ചോദിച്ചേ? ഞാനല്ലേ ചോദിച്ചേ. സ്ഥലത്തിന്റെ പേരല്ല അവള്. സ്ഥലത്തിന്റെ പേരല്ല കുറുപ്പന്തറന്നാണോ? ഏറ്റവും മൂലയൊക്കെ കണ്ടിക്കണം. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ണറിയാവുന്നവരൊക്കെ അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ല. അതെന്നാന്നറിയാവോ? പിന്നെ ഇപ്പോഴത്തെ പിള്ളേരായതുകൊണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ. ചിലർക്ക് ഇപ്പം കണ്ണറിയാൻ വരാത്തവരുണ്ട്. 8-10 വയസ്സായിപ്പോ. പ്രായമായതിന്റെ ആയിരിക്കും. പ്രായമായി വരുന്ന അനുസരിച്ച് മാറ്റം വരുക. ഇത് ഈ പൊങ്ങി നിൽക്കില്ല. ഇത് അതെന്ത് അത് ജീവൻ വെട്ടിയാലും അങ്ങനെ വരുമല്ലേ? പൊങ്ങി പൊങ്ങി പോകും. സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഓപ്പോസിറ്റ് എടുത്ത് ഇവരുടെ ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കി വിടണം. ഇത്രയും മതിയോ? അത് പൊക്കോളും പൊക്കോളും. ഇറങ്ങല്ലേ? കേട്ടോ. അതേ ഞാൻ തൂത്ത് കളഞ്ഞോളാവേ. അപ്പൊ പൊക്കോളൂ, ഓർമ്മ പൊക്കോളൂ.
അത് അവസാനം കുട്ടിക്കളയാം. അതെ ബ്രഷ് വെച്ച് കളഞ്ഞോളാം കേട്ടോ. നനങ്ങണ്ട അവര് നോക്കട്ടെ. അതൊന്ന് വെട്ടട്ടെ, നമുക്ക് വേഗം വീട്ടിൽ പോകണ്ടേ. അവര് വാരിക്കോളും, അതൊക്കെ വാരിക്കോളും, കേട്ടോ. അതൊക്കെ അവര് വാരിക്കോളും. അമ്മ ഇറങ്ങാൻ ഇരുന്നാ മതി. കുറുപ്പന്ത ആ അമ്മയുടെ നാടാ. മെമ്മറി കവലപ്പള്ളിയില്ല, കവലപ്പള്ളിയില്ലേ, കവലപ്പള്ളിയുടെ അടുത്ത്. കവലപ്പള്ളിയില്ലേ, കവലപ്പള്ളി, കുറുപ്പന്തറത്തെ കവലപ്പള്ളിയില്ലേ. ആ കവലപ്പള്ളി. തോമാസ്ലികാര് മെമ്മറിയിലെ മണ്ണാറപ്പാറ പള്ളിയാണ് അമ്മയുടെ ഇടപാ. നടക്കുന്നുണ്ടോ? ചൂടാന്നല്ലേ എപ്പോഴും പറഞ്ഞ, ഇപ്പൊ തണുപ്പാണോ പറഞ്ഞത്? ചൂടല്ലേ, നടക്കട്ടെ. അതൊക്കെ പിന്നെ പറയാം, അതൊക്കെ പറഞ്ഞു പറയാം. തീർന്നു ഇച്ചിരി നേരം കൂടി അതൊക്കെ അടിച്ചു വായിക്കോളൂ. ഉറക്കം വരുവാന്ന്. അതെ, നമുക്ക് ഉറക്കം വരും. ഗുരു എടുക്കുമ്പോഴല്ലേ ഈ ഉറക്കം വരും. ചെത്ത് പയ്യനാക്കി തല ചാച്ചേ, തല കുനിച്ച് പിടിച്ചേ. ആ കുനിച്ച് പിടിച്ചേ. കുറച്ചുകൂടെ വേണം തെളിച്ചേര്, രണ്ടു ഒരേ പോലെ നോട്ടെ. അല്ല കുഴപ്പമില്ലല്ലേ. ഇവിടുത്തെ കട്ടി കൊടുക്കണം. അവിടെ അല്ലേ, ഇവിടെ അല്ലേ കട്ടി കൂടുതൽ, ഈ സൈഡല്ലേ. അത് ചീവി നോക്കി, ഇച്ചിരി കട്ടി അവിടെ ഇളയ കൂടുതൽ കിടക്കുന്നേ. ആ അമ്മ നോക്കിയിരിക്കുക. സുന്ദരിയാണോ അമ്മച്ചി? സുന്ദരിയാണോന്ന് അമ്മച്ചി? എന്നാ സുന്ദരാകാൻ അതിനാ ഇപ്പൊ ഉണ്ടല്ലോ അമ്മച്ചാരൊക്കെ കളറൊക്കെ ചെയ്തോണ്ടാ നടക്കുന്നേ. കറുപ്പിക്കണോ? ഇനി നമുക്ക് കറുപ്പിച്ചാലോ ഒന്നും മുടി? അതോ കളർ ചെയ്യണോ? കളർ ഇടണോ മുടിയേല്? ആ ഈ വെള്ളം മാറ്റി നമുക്ക് കറുപ്പാക്കണം, ചുമലയാക്കണം. ഓ എന്നാത്തിനും കറുപ്പാക്കണം എന്നാളൊരാഗ്രഹം ഉണ്ടായിരുന്നു. വീരന്ന് ചോദിച്ചതാ. പിന്നെ അത് പ്രശ്നമായി തീരുന്ന ആരണ്ടും പറഞ്ഞു, അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവസാനം എടുക്കാം. അവസാനം എടുക്കാന്നേ. ആയില്ല, കഴിഞ്ഞില്ല. ഇച്ചിരി കൂടെ മണിയുണ്ട്. പോകാന്നേ, തുടങ്ങി പോകാം. വിടാട്ടാ, തീർന്നു. ഇച്ചിരിയും കൂടെ ഉള്ളൂ. തേടുമ്പോ ഞാൻ വിട്ടേക്കാവേ. വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുള്ളോ? അല്ല എങ്ങനെയാണോ എന്ത് കഴിയാതെ ഒന്നും പറയാൻ പറ്റും. കുളിക്കുമ്പോ അതെ മുടി അത് വെട്ടിയിട്ട് കുത്തി കയറുന്നുണ്ട്. അതാ അമ്മച്ചി നോക്കിയാ ഇത് ആ കണ്ണാടി ഇരിക്കുന്ന അമ്മച്ചി സുന്ദരി ആയോന്നൊന്ന് നോക്കിയേ. എന്നാ സുന്ദരം ഒന്ന് നോക്കിക്കേ. എന്നാ സുന്ദരം ഒന്നും വേണ്ട. സുന്ദരം ഒന്നും വേണ്ടേ? മനുഷ്യനായിട്ട് ജീവിച്ചാ മതി. പ്രത്യേക രീതിയൊന്നും വേണ്ട. അമ്മച്ചി എങ്ങനെയുണ്ട്? നല്ലതാണോ? അമ്മ നല്ലതാണോ? നല്ലതായോ? അവിടെ നമ്മുടെ അവിടെ ജീവിച്ചോണ്ടിരുന്നല്ലേ? ഞാനല്ല അമ്മ നോക്കിട്ടിരുന്നോ അല്ലേ? അതുപോലെ ഇവിടെ ഇരിക്കുവാണോ? ഞങ്ങൾ പൊക്കോട്ടെ? ഇവിടെ ഇരുന്നോളാവോ? ഞങ്ങൾ പൊക്കോട്ടെ? അയ്യോ ഞങ്ങള് പോവോ? എന്നാ ചെയ്യാനാ? എത്ര കൊന്തല്ല, സ്വാമിമാരെ പോലെയായി. ഉള്ളതെല്ലാം പറക്കിയിട്ട് ഒന്നുമില്ല, എല്ലാം ഇട്ടോണ്ട് നടക്കുക. ഇനിയിപ്പോ താമസങ്ങളോ ഒന്നുമില്ലല്ലേ? ഇനി താമസമൊന്നുമില്ല, നമുക്ക് പോവാം. പോരണ്ടല്ലോ. അമ്മനെ കൊണ്ട് അങ്ങ് പൊക്കോ. ഞാൻ ഇനിയിപ്പോ നമ്മുടെ വീട്ടിലെ കാര്യം മതി. ഞങ്ങൾ നോക്കി അമ്മച്ചി സുന്ദരിയായി നോക്കി. കണ്ണാടി നോക്കി. ഇവിടെ സുന്ദരിയാണോ? നമുക്ക് പോകാം. ഇത് മതിയോ? ഇച്ചിരി മെനയാക്കണോ? വേറെ വല്ലതും ചെയ്യാനുണ്ടോ? വേറെ വല്ലതും ചെയ്യണോ? എനിക്കൊന്നും ചെയ്യാം. എന്നാ വാ, പുറത്തോട്ട് അതവര് വാരിക്കോളും. അവിടെ ഇരുന്നോ? ഇവിടെ ഇരുന്നോ? ഇത് കഴിഞ്ഞു പോവാം. ചൂട് വേണം, അത് ചൂട്
അതായത് ഇരിക്കട്ടെ, സ്റ്റൂള് തരും. ചൂടല്ലോ. എവിടെ ഇരുന്നു? സാരി അവിടെ പോകാം. സെറ്റ് ചെയ്ത് അങ്ങോട്ട് അവിടെ വെച്ചു. അവിടെ ഇരുന്നു. അത് എല്ലുമ്പോഴത്തേന് അവസരമായി. ഏയ് ഒന്നും ചെയ്തില്ലല്ലോ നമ്മളൊന്നും ചെയ്തില്ലല്ലോ, ജോലിയൊന്നും ചെയ്തില്ലല്ലോ, ചുമ്മാ ഇരിക്കുവല്ലേ ചെയ്തുള്ളൂ. ജോലി ചെയ്തുകൊണ്ടല്ല. പിന്നെ ജോലി ചെയ്ത ജോലി ചെയ്താലല്ലേ ക്ഷീണമുള്ളൂ. ചുമ്മാ ഇരുന്നാലും ക്ഷീണമുണ്ടല്ലേ. പോകാപ്പാ ഇപ്പോൾ നമ്മളിങ്ങനെ വരട്ടെ. പിന്നെ യുവാൻ അവിടെയുണ്ട്, കൊച്ചവിടെയുണ്ട്. ആ അതുകൊണ്ട് കാര്യമായോ? പിന്നെ എന്നാ ചെയ്യാൻ, നമുക്ക് പണിയൊന്നുമില്ലല്ലോ. കന്നുകാലിയുണ്ട്. ആ കന്നാലിയൊക്കെ പറമ്പിലല്ലേ. പുറത്തിറക്കി കെട്ടിയോ? പിന്നെ രാവിലെ കിട്ടിയതല്ലേ. മാറ്റി കിടക്കണം, തീറ്റയും വെള്ളവും കൊടുക്കണം. അതൊക്കെ നമ്മൾ ചെയ്തതാ. രാവിലെ എല്ലാം ചെയ്തിട്ടില്ല പോന്നെ. ഇതെന്നുണ്ടോ വണ്ടിയിലും പോണോ? എന്ത് വണ്ടിയാ പോണെന്ന് നോക്കി, എന്ത് വണ്ടിയാ പോണെന്ന് നോക്കി. വണ്ടി വഴി എന്തോരം വണ്ടിയാ പോണേ. ആ വണ്ടികള് ഇല്ല, ഇഷ്ടം പോലെ വണ്ടിയിലാ പോണേ. ആ അത് നമ്മുടെ വണ്ടി. ആ അത് നമ്മളെ വന്ന വണ്ടി. ഇതെ ആ ശരിയാണല്ലോ. എന്തായാലും ഉണ്ടോ? ആ വിശ്വപിതാവ് മാതാവ് ഉണ്ണീശോയി. പോകാം പോകാം പോകാം. എന്നാ പണിയുള്ളേ? എന്നാ പണിയുള്ളേ നീ? കന്നുകാലിയുടെ കാര്യം ഇപ്പൊ എങ്ങനെയായിരിക്കും? കന്നാലി അവിടെ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. കാര്യമല്ല, തീറ്റ വേണ്ടേ? തീറ്റയൊക്കെ കൊടുത്താ നീ വൃത്തിയാക്കണ കൊടുത്തോ? പിന്നെ ആര്? ഞാൻ കൊടുത്തു രാവിലെ. അങ്ങ് കൊടുത്തായിരുന്നു. പിന്നെ പുല്ല് പുല്ലല്ല, കപ്പക്കോല കൊടുത്തേ. പുല്ല് ഇപ്പൊ ഉണ്ടോ? വേനലല്ലേ. വേനൊക്കെ എവിടെയാ പുല്ലിരിക്കുന്നേ? ഈ വേനൊക്കെ എവിടെയാ പുല്ലിരിക്കുന്നേ? പുല്ലൊക്കെ ഉണ്ട്. ആ അതൊരു ഭയങ്കര കരയാണ്. ഏതാ അത്? അത് പെരയല്ല, പിന്നെ അത് ഷോപ്പിംഗ് മാളാണ്. ഷോപ്പിംഗ് മാൾ, ഷോപ്പിംഗ് മാൾ. നമ്മുടെ സാധനമൊക്കെ മേടിക്കുന്ന കടകളില്ലേ, കടകളാ കടകള്. ആ പലചരക്ക്, തുണി. രോഗികളല്ല, നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കല്ലേ. നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കല്ലേ വീട്ടിലോട്ടുള്ള. ആ അതിനുള്ള കടകളാ. ആ അത്യാവശ്യം മേടിക്കാനുള്ള കടകൾ. ഇപ്പൊ പോകാം. പോകാം. അത് ജോമോടെ വന്നയാ. അമ്മയുടെ കഴുത്ത കിടപ്പുണ്ടല്ലോ കൂടെ ഉണ്ടോ? എല്ലാം കഴുത്ത കിടപ്പുണ്ടോ? എത്രയാണോ നോക്കി. ആ എത്രയാണ്? എല്ലാം ഉടക്കി കിടക്കുവാണല്ലോ. ഏത്? അത് ആ ജോമോളുടെ വന്നയാ. ജോമോളുടെ വന്നയാ നീ? ജോമോളുടെ മതിയാ. ഈ സ്ഥലം കുറുപ്പന്തറയാണ്, കുറുപ്പന്തറ കേട്ടോ. ആ കുറുപ്പന്തറ. ആ ഈ സ്ഥലം കുറുപ്പന്തറയാണ് അവിടെ. അല്ലല്ല, ഇത് കുറുപ്പന്തറ കവല. പോവാന്ന് പറഞ്ഞേര്. പോവാന്ന് പറഞ്ഞേര് ഇവരോട്. നീ വരുവോ? എല്ലാ മക്കളോടും കൂടെ പോവുക. എല്ലാ മക്കൾക്കും സൗഖ്യവും സുഖവും തമ്പുരാൻ ഈശോ കൊടുക്കണം. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? ഒരു തടസ്സവും കൂടാതെ. അല്ല, ഇനി ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുവോ? പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും ഒരുപോലെ. അത് തന്നെ.
അത് ഒരാൾക്കായിട്ട് അവൾ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ആ കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടുമില്ല. അത് പൊതുവെ ചെയ്യണം എന്നതായാലും. അത് തന്നെ. നമുക്ക് പോവാം. പോകാം. പോകാം. ഒന്ന് പൊത വേണം. കൊടയുണ്ടോ? തോർന്നു. വെരി താങ്ക്സ് ചേട്ടാ. അവിടെ കാരണം അപ്പുറം ഇട്ടിട്ട് വണ്ടിക്കകത്ത് ഭയങ്കര ചൂടാ. തണുപ്പാവും. ഇപ്പൊ തണുപ്പാവും കേട്ടോ. മിടുക്കിയായോ? അയ്യോ ഞാൻ പറയണ എന്നാ സാധനം ഞാൻ മറന്നുപോയല്ലോ. ആരാ? എനിക്കറിയത്തില്ല. കണ്ടിട്ടില്ലേ? തള്ളയല്ലേ? ഏതള്ള? അവിടെ വന്നോണ്ട് TV കാണുന്നേ ആണോ? അതല്ലേ? അതെ. എനിക്കറിയത്തില്ല. അതെ. അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. കച്ചവടക്കടയല്ലേ ഇതൊക്കെ? കച്ചവടക്കടയാ. സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടുത്തെ പേരെന്നാ? കച്ചവടക്കടയുടെയോ? ഇത് സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ്. സാധനം അതെന്നതാ? അത് ഏതാ ആ മരം? അതെന്നാ മരവാ? എനിക്കറിയത്തില്ല. റബ്ബറാണോ? റബ്ബറൊന്നും അല്ല, ഏതോ പാഴ്മര. വേറെ ഒരു വലിയ മരം. കടയിൽ പോയിരിക്കുക. കടയില് അവിടെ എന്നാ? അവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാ കേട്ടാ. എന്താ സാധനമാ? വണ്ടി നമ്മുടെയല്ലേ? അമ്മയുടെ മകളുടെ വണ്ടി. LCയുടെ തോർത്ത്. ഇഷ്ടമായിട്ടായിരുന്നു. അവിടെ ഇരുന്ന അമ്മയല്ലേ? എവിടെയാ? അവിടെയാ? അമ്മയത്. അമ്മ എവിടെ പോണതായിരിക്കും, എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ. അമ്മേ അത് ഇങ്ങനെ ആര് പോയാലും അത് പിന്നെ ചാടും. അത് കാരണം വന്നാലും കൊണ്ടുപോകണം. അതും ഒരു വരി, ഒരു വരിയല്ല. ശരിയാ. ഹോട്ടൽ. അത് ഹോട്ടല് ആണോ? അത് ശരി. ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ. അമ്മയ്ക്ക് പോണോ ഭക്ഷണം കഴിക്കാൻ? ഇനി വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കണോ? അത് തന്നെ, ആവശ്യക്കാർക്ക് വിശക്കുമ്പോ അങ്ങ് എന്നാ മതി. മരം അതെന്നാന്ന് എനിക്കറിയാം. ജോമോ മഞ്ഞുണ്ടോ? കണ്ടിട്ടില്ല. എവിടെയാ? ഇതാ കടയിലോട്ട് കേറിയതാ. അവിടെ സാധനം മേടിക്കാൻ പോയതാ. ചോയ്ക്ക് എന്നെ എടുക്കുവായിരുന്നു. മഞ്ഞുണ്ട് കണ്ടാ? പോണ കണ്ടോ? ഇച്ചിരി സാധനമേ ഉള്ളു. എന്നിട്ടാണ് ഇത്രയും താമസിച്ചതല്ലേ? അതുമായിട്ട് പോവാ. വേറെ മേടിക്കാൻ പോവാ. ഈ സ്ഥലത്തിന്റെ പേരിനടി ഇത് കുറുപ്പന്തറ. ഇത് കുറുപ്പന്തറയൊന്നും അല്ല. അതേന്നേ. വണ്ടി കൊണ്ടിരിക്കണ്ടോ? ആരെ കൊണ്ടുപോകണം? ജോമോ മഞ്ഞുണ്ടോ? ഇപ്പം ജോമോനെ ഇപ്പം കണ്ടാ അറിയാല്ലേ? പുറത്തിറങ്ങുമ്പോ ജോമോനെ കണ്ടാൽ അറിയാം അല്ലേ? പുറത്തിറങ്ങുമ്പോ ജോമോനെ കണ്ടാൽ അറിയാം കേട്ടോ. ജോമോ മഞ്ഞുണ്ടെന്ന്. വീട്ടിലിരിക്കുന്ന ജോമോനെ കണ്ടാൽ അറിയത്തില്ല. ആര് പറഞ്ഞു? ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. നമ്മൾ വന്നപ്പോഴാ അവന്റെ ഒരു കാര്യല്ലേ. എങ്ങനെയുണ്ട് തലമുടി വെട്ടിയിട്ട്? എങ്ങനെയുണ്ടെന്ന്? തലമുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന്? തലമുടിയേ വെട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന്? അമ്മയുടെ. നല്ലതാണോ?
ഒത്തിരി വെട്ടി കളഞ്ഞ ഇല്ല ഒത്തിരി വെട്ടിയില്ല, ഇച്ചിരി കട്ടി കുറച്ചേ ഉള്ളൂ. അവിടെ വെച്ചാ ആ കുറുപ്പന്തറ വെച്ച്, കുറുപ്പന്തറ. ആ പറഞ്ഞ നേരം കൊണ്ട് ഇവിടെ വന്നോ? പറഞ്ഞ നേരം കൊണ്ട് ഇവിടെ വന്നു. പറഞ്ഞ നേരം കൊണ്ട് ഇവിടെ വന്നു. പറഞ്ഞ സമയം കൊണ്ട് ഇവിടെ എത്തിയാന്നാ ചോദിച്ചേ. പറഞ്ഞ സമയം കണ്ടോ? ആ നടക്കാൻ മേലെന്ന് പറഞ്ഞ ആള് അല്ലേ? എളുപ്പമില്ല, എല്ലാ വഴിയുണ്ട് ഇവിടെ വരെ വരെ. ആ ഇവിടെ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നീങ്ങി ഇറങ്ങി വരാം അല്ലേ? വീട്ടിൽ നീങ്ങി ഇറങ്ങി വരാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെ വഴിയുണ്ട്. ആണോ? വന്നു കഴിഞ്ഞപ്പോഴാ? ഇവിടെ നമുക്കധികം വഴിയില്ല. ആ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വന്നില്ലേ? അല്ലെങ്കിൽ തീറ്റ വെട്ടിയിട്ട് കൊടുക്കട്ടെ. പട്ടി ഇവിടെ കിടന്നോളാം, കൂട്ടി കിടന്നോട്ട് ഭയങ്കര വരാം. ആ പട്ടിക്ക് തീറ്റ കൊടുക്കാനിട്ടാ. അവന് തീറ്റ കൊടുക്കണ സമയം കഴിഞ്ഞു, അതാണ്. പശുവിനെ കണ്ടില്ലേ അവിടെ നിൽക്കുന്നേ? പശു അവിടെ നിൽക്കുന്ന കണ്ടില്ലേ? ആ കണ്ടില്ലേ? ആ മൊയിലും കൂടി നടക്കണം, നോക്കി. ഇത് ഇവിടെ ഉണ്ടോ? ആ ആ ഇനിയിപ്പോൾ കൂട്ടി കയറ്റുവാ. അതല്ലേ പറഞ്ഞേ അമ്മ. ആ കത്തിക്കരിഞ്ഞ് പോയെന്നേ. നല്ല മഴ പെയ്തു. മഴ പെയ്യാൻ അമ്മ പ്രാർത്ഥിച്ചു. നല്ലൊരു മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു കേട്ടോ. നല്ലൊരു മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ മക്കൾക്കെല്ലാം സന്തോഷമാകുമായിരിക്കും. ഞാൻ ഒത്തോട്ട് പോയേക്കാം. പോകാം. കപ്പക്കോലരിഞ്ഞു കൊടുക്കണം. ആ പോത എത്തിയിട്ടുണ്ട്. പോത അടുത്ത് മാറ്റി കെട്ടാൻ പോകും. വക തിന്നാനില്ല. ഇവിടെ ഒരു പുല്ലിൻ്റെ കൂടെ ചാപയില്ലല്ലോ. ഇല്ലെന്നേ, മുഴുവൻ കരിഞ്ഞു പോയെന്നേ. പോയാൽ എന്നാ ചെയ്യും? ആ അതല്ലേ പറഞ്ഞേ, വെയിൽ തെളിഞ്ഞതേ ഉള്ളൂ. എങ്ങനെ രക്ഷിക്കും? ആ ഇനിയിപ്പോത്തെ അടുത്ത് നിൽക്കുവായിരുന്നു. അവളുള്ള തീറ്റയിൽ നിന്ന് വയറെ വെട്ടി നിൽക്കുകയല്ലേ. എനിക്ക് വെള്ളമൊക്കെ കൊടുത്തോ? വെള്ളമൊക്കെ രാവിലെ കുടിക്കുകയുള്ളൂ. രാവിലത്തെ ഒരു വെള്ളം കുടിയുള്ളൂ. വെള്ളം കുടിയോ? ആ അവർ പറഞ്ഞു വൈകുന്നേരം വൈകുന്നേരം അവൾ കുടിക്കുകയില്ല. കഴിഞ്ഞോണ്ട് 3 നേരം രാവിലെ കുടിച്ചെങ്കിലേ അവൾ കുടിക്കുള്ളൂ. 3 നേരം വെള്ളം കൊടുക്കും. 3 നേരം ഒന്നും കുടിക്കുകയില്ല. അല്ലാണ്ട് പിന്നെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റും. ഞങ്ങൾ ചട്ടിയും പാത്രം എടുത്തിട്ട് അലക്കുമായിരുന്നു. അപ്പാ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.